ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് കാസ്റ്റ് ആണ്. നമ്മൾ ഇന്നത്തെ സെഷൻ കാസ്റ്റിനെ പറ്റിയാണ്. നമുക്കറിയാം കാസ്റ്റ് മിസ്സിനെ മറ്റ് ക്ലാസ്സുകളിലൊക്കെ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, കാസ്റ്റിനെ പറ്റി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വർണ്ണ സിസ്റ്റം ആൻഡ് കാസ്റ്റ് സിസ്റ്റം വന്നത് എവിടെ നിന്നാണ്, വർണ്ണ സിസ്റ്റം ആൻഡ് വേദ, ഋഗ്വേദ അല്ലെ, പുരുഷ സൂക്തം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അല്ലേ, ബ്രാഹ്മണൻ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ വീണ്ടും ഇവിടെ റിപ്പീറ്റാണ്. കാസ്റ്റ് നമ്മുടെ ഈ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് മേഖലയാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. ഈ സോഷ്യലി സ്ട്രാറ്റിഫിക്കേഷൻ ഇതിൽ നമുക്ക് എന്തൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ളത്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യണം. ഇറ്റ് ഈസ് ഒറിജിൻ ഇൻ വർണ്ണ സിസ്റ്റം അല്ലേ. നമ്മുടെ കാസ്റ്റ് എന്നത് വന്നത് എവിടെ നിന്നാണ്, വർണ്ണ സിസ്റ്റത്തിൽ നിന്നാണ്. ആൻഡ് അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ, ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ അല്ലേ, തൊഴിൽ വിവേചനം ആൻഡ് വേദാസ് എന്നാണ് ഈ സംഭവങ്ങളൊക്കെ ഉത്ഭവിച്ചത്, ഒറിജിൻ ചെയ്ത്. അതിന് മുമ്പ് നമുക്ക് വി ഓഫ് ദേശായിനൊന്ന് ഡിസ്കസ് ചെയ്യണം. നമ്മുടെ നാഷണലിസം എന്നുള്ള ആ ഒരു ടോപ്പിക്കിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറുക. നാഷണലിസം എന്നുള്ളത് ആ ടോപ്പിക്കിൽ ദേശായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത്, അദ്ദേഹം മാർക്സിസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. മാർക്സിസ്റ്റ് റെപ്രസെൻറ്റേറ്റീവാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം. അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കിൻ്റെ പേരാണ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം. നെക്സ്റ്റ് ദ ഡിസ്കവർ ഓഫ് റൂട്ട് ഇൻ ടു ഇന്ത്യൻ നാഷണലിസം. അദ്ദേഹം പറഞ്ഞ മെയിൻ കാര്യം എന്താ, ഹി ഡിസ്കവേർഡ്, അദ്ദേഹം കണ്ടുപിടിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദ റൂട്ട് ഇൻ ടു ഇന്ത്യൻ നാഷണലിസം, എക്കണോമിക്സ് ട്രാൻസ്ഫോർമേഷൻ, അതായത് സാമ്പത്തികപരമായിട്ടുള്ള ഒരു മാറ്റം എന്നുള്ളതിൽ നിന്നാണ് എങ്ങോട്ട് നമ്മൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയത്, ഇന്ത്യൻ നാഷണലിസത്തിലേക്ക് പോയത് എന്ന് പറയും. പിന്നെ അംബേദ്കർ, BR അംബേദ്കറിനെ പറ്റിയിട്ടാണ് നമ്മൾ നാഷണലിസത്തിൽ പറയുന്നത് അല്ലെ. നമ്മുടെ ഭരണഘടനയുടെ പിതാവാണ്, ഫാദർ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അംബേദ്കർ. അദ്ദേഹം പറഞ്ഞ പൊളിറ്റിക്കൽ തിങ്കറാണ്, അദ്ദേഹം ഫിലോസഫറാണ്, അദ്ദേഹം കുറേ ബുക്സ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഐഡിയാസൊക്കെ നമ്മൾ നാഷണലിസം എന്ന ആ ഭാഗത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പോയിൻ്റാണ് കാസ്റ്റ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് ഒറിജിൻ ഇൻ വർണ്ണ സിസ്റ്റം, അൺടച്ചബിലിറ്റി, ഡിവിഷൻ ഓഫ് ലേബർ, വേദ, ഇതൊക്കെ എന്തിലാണ്, നമ്മുടെ കാസ്റ്റ് എന്നതിലാണ് നമ്മൾ കാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡിഫൈൻ കാസ്റ്റ് ആൻഡ് ഡിസ്ക്രൈബ് ഹിസ് ഫീച്ചേഴ്സ്, തിയറിറ്റിക്കൽ അപ്രോച്ചസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ കാസ്റ്റ് ആൻഡ് the introduction and discuss the measures of taken reduce caste discrimination. വർണ്ണവിവേചനം റെഡ്യൂസ് ചെയ്യാൻ, ഇല്ലാതാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. എക്സ്പ്ലെയിൻ ക്ലാസ് സിസ്റ്റം ഇൻഫ്ലുവൻസ് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം, ഇന്ത്യൻ രാഷ്ട്രീയ അവസ്ഥയിൽ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്തായിരുന്നു. ഇൻട്രൊഡക്ഷൻ, കാസ്റ്റ് സിസ്റ്റം സോഷ്യൽ ഇറ്റ് ഈസ് എ റൂട്ട് ഓഫ് ഇന്ത്യൻ സോഷ്യൽ, ഇറ്റ് ഈസ് ദ റൂട്ട് ഓഫ് ഇന്ത്യൻ സോഷ്യൽ സ്ട്രക്ചർ അല്ലേ. അതെന്താണ്, നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ സ്ട്രക്ചറിൻ്റെ റൂട്ട് തന്നെയാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. സോ ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് റാങ്കിങ് അക്കോർഡ് ദ ബർത്ത് ആൻഡ് ഡിറ്റർമൈൻസ് അതർ ഒക്കുപ്പേഷൻ ആൻഡ് മാരേജ് ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്. ദർ ഈസ് പ്രിസ്ക്രൈബ്ഡ് ഓൺ നോംസ് ആൻഡ് വാല്യൂസ് ഓഫ് സോഷ്യൽ ബിഹേവിയർ വിത്ത് കാസ്റ്റ്. ഏത് കാസ്റ്റിലാണോ, അതായത് ഒരാളുടെ ജനനവും അദ്ദേഹത്തിൻ്റെ മാരേജ് ഇതൊക്കെ എന്ത് കറക്റ്റ് റിലേറ്റഡ് ആയിരിക്കും കാസ്റ്റിന്. അതിപ്പോഴും അങ്ങനെ തന്നെ കുറച്ചൊക്കെ അല്ലേ, നമ്മൾ എവിടെയാണോ ജനിക്കുന്നത് അതാണ് നമ്മുടെ കാസ്റ്റ്. ഒരു ഇസ്ലാം മതത്തിൽ പിറന്ന കുട്ടി ഇസ്ലാമായി വളരും, ഹിന്ദു മതത്തിൽ പിറന്ന കുട്ടി ഹിന്ദു ആയി വളരും. ആ കുട്ടി ഹിന്ദു ആണെങ്കിലും ഇസ്ലാം ആണെങ്കിലും ഇസ്ലാമിൽ വളരുന്ന കുട്ടി ഇസ്ലാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പാരൻസിൻ്റെ കണ്ട് വളർന്ന ആ കുട്ടി ആ ലെവലിലേക്ക് പോകും. അപ്പം ജാതി മതം എന്നൊക്കെ പറയുന്നത് ചിന്താഗതി എവിടെയാണോ ജനിക്കുന്ന കാസ്റ്റ്, ഏത് മതത്തിലോ അല്ലെങ്കിൽ ജാതിയിലാണോ ജനിക്കുന്നത് എന്ന് നോക്കിയിട്ടാണ്. ദർ ഈസ് എ പ്രിസ്ക്രൈബ്ഡ് സെറ്റ് നോംസ് വാല്യൂസ് ആൻഡ് സവിത്ത് സോഷ്യൽ ബിഹേവിയർ വിത്തിൻ കേസ്. അപ്പോൾ സോഷ്യലായിട്ട് ബിഹേവിയർ കിട്ടുന്നതും അവിടെ പാരൻസിൻ്റെയും അവരുടെ റിലേഷൻസിൻ്റെ ഒക്കെ ആ സോഷ്യൽ ആറ്റിറ്റ്യൂഡ് നോക്കിയിട്ടാണ് പിന്നീട് ആ ഒരു കുട്ടികളുടെ വളർച്ച. സോഷ്യോളജിസ്റ്റ് ഹാവ് ഡിഫൈൻ കാസ്റ്റ്. സോഷ്യോളജിസ്റ്റ് നമ്മുടെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ കാസ്റ്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്. ഡിഫൈൻ കാസ്റ്റ് ലോക്കലി റെഫേർഡ് ടു ജാതി which are usually localized. It is traditionally association with occupation and particular position of local hierarchy of caste. അതായത് കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലോക്കൽ ഹൈറാർക്കിയാണ്. ഒരു കൂട്ടം ആളുകൾ തങ്ങളുടെ കുത്തക നിലനിർത്തുന്ന ഒരു സിറ്റുവേഷനാണ് ജാതി മതം എന്ന് പറയുന്നത്. റിലേഷൻ ബിറ്റ്വീൻ കാസ്റ്റ് ഗവേൺ അമംഗ് ദീസ് ദ പൊല്യൂഷൻ ഓഫ് പ്യൂരിറ്റി ആൻഡ് ജനറൽ മാക്സിമം കമേഴ്സ്യലി ഒക്യൂസ് വിത്തിൻ ദ കാസ്റ്റ്. ദിസ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഐഡിയൽ ഓഫ് കാസ്റ്റ് സിസ്റ്റം.
The imperative make of distinction between the theoretical formulation caste system and theoretically caste stratification of the Indian society has its origin in the Varna system. The caste system origin from Varna system. Varna means ചാതുർവർണ്ണ വ്യവസ്ഥ. നമ്മൾ പറഞ്ഞതാണ് 4 വർണ്ണങ്ങൾ. ക്ഷത്രിയർ, ബ്രാഹ്മണർ, ഫസ്റ്റ് തന്നെ ബ്രാഹ്മണർ, നെക്സ്റ്റ് ക്ഷത്രിയർ, പിന്നെ വൈശ്യർ, ദെൻ ശൂദ്രർ. ശൂദ്രർ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയാന്മാരൊക്കെ ആയിട്ട് ബ്രാഹ്മണരുടെ വീട്ടിൽ അവിടെയൊക്കെ അവരുടെ വീട്ടിലേക്ക് കയറാൻ ഒരു അവകാശവുമില്ലാത്ത, മര്യാദയ്ക്ക് ഡ്രസ്സൊന്നും ധരിക്കാൻ പോലും അവകാശമില്ലാത്ത സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ ജീവിച്ച ആളുകളാണ് അടിയാന്മാർ. അവരാണ് ശൂദ്രർ എന്ന പേരിൽ അറിയപ്പെട്ടത്. നമുക്കറിയാം വൈശ്യ ശൂദ്രാസ് എ 5th കാറ്റഗറി ഓഫ് അൺടച്ചബിലിറ്റിയിലെ തൊട്ടുകൂടായ്മ എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ വന്നതിൽ ഒരു വർണ്ണവിവേചനം അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ എന്ന് പറഞ്ഞ ഡേർട്ടി ഒരു തിങ്സ് ആണ്, അല്ലെങ്കിൽ ഒരു വേണ്ടാത്തൊരു സംഭവമാണ്. അത് ഒരിക്കലും ആപ്റ്റ് അല്ല, ഒരു സമൂഹത്തിൽ ആപ്റ്റ് ആവാത്ത അങ്ങനത്തെ ഒരു അൺടച്ചബിലിറ്റി വന്നതൊക്കെ ഈ കാലഘട്ടത്തിലാണ്. The concept of Varna of generally traced on the Purusha Sukta and Veda system of Rigveda. നമ്മുടെ ഫസ്റ്റ് വേദത്തിൻ്റെ പേരാണ് ഋഗ്വേദ. ആകെ 4 വേദങ്ങളാണ്: ഋഗ്വേദ, സാമവേദ, അഥർവവേദ, യജുർവേദ. അതിൽ ഋഗ്വേദത്തിലാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് വർണ്ണ സിസ്റ്റമത്തെ പറ്റി പരാമർശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് ബ്രാഹ്മണ എമേജ്ഡ് ഫ്രം ദ മൗത്ത്. Varna system originated by the sacrifice of the primary being of Purusha. After the sacrifice of the Brahmavu emerged from the mouth of Kshatriya from arms. Mouth നിന്ന് ബ്രാഹ്മണന്മാരും കൈകളിൽ നിന്ന് ക്ഷത്രിയന്മാരും, then വൈശ്യ ഫ്രം തൈറ്റ്സ് ആൻഡ് ദ ശൂദ്ര ഫ്രം ഫീറ്റ്. കാലിൻ്റെ അടിയിൽ നിന്ന് ആര് വന്നത്? ശൂദ്ര. അതുകൊണ്ടാണ് അവർ കാലടിയിലായിപ്പോയത് എന്നാണ് പറയുന്നത് അല്ലേ. ദസ് ഫോർ വർണ്ണാസ് ഓഫ് എമേജ്ഡ് വെർ കൺസിഡർഡ് ഹാവ് എ ഡിവൈൻ ഒറിജിൻ. അതൊരു ദൈവികമായ നടപടിക്രമങ്ങളിൽ നിന്ന് വന്നതാണെന്നാണ് ഹിന്ദു മതാചാര പ്രകാരം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർണ്ണ സിസ്റ്റം വെരി ഇമ്പോർട്ടൻസ് ആയിട്ടൊരു പഠിക്കാൻ, എല്ലാ വിഭാഗത്തിലും പഠിക്കാനുള്ളത്. വർണ്ണ സിസ്റ്റം മാറിപ്പോവരുത്. ഇറ്റ്സ് എ കാസ്റ്റ് സിസ്റ്റം. ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം വേദാസ് ആൻഡ് ഇറ്റ് ഈസ് വെരി എക്സ്പ്ലോയിറ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. കാരണം ബ്രാഹ്മണർ മറ്റുള്ളവരെയൊക്കെ എന്ത് ചെയ്യുക, ശൂദ്രരെ ചവിട്ടി താഴ്ത്തി അടിച്ചമർത്തി ചൂഷണം ചെയ്ത് ഭരിക്കുന്ന ഒരു സിസ്റ്റമായി നിലവിൽ വന്നതാണ്. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം. എന്താണ് കാസ്റ്റ് സിസ്റ്റം സവിശേഷത? സെഗ്മെൻ്റൽ ഡിവിനേഷൻ ഓഫ് സൊസൈറ്റി ആൻഡ് ഹയറാർക്കി അല്ലെ. ഹയറാർക്കി എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് ഏറ്റവും ഉന്നതർ എന്നുള്ളൊരു ചിന്ത. Okay, Hindu society is divided into different castes. Hindu society different into so many castes. Caste membership is determined by birth and by selection of accomplishment. Hence, caste status termed being by birth. അവനവൻ്റെ ജനനത്തിൽ തന്നെയാണ് ഏതാണ് കാസ്റ്റ് എന്ന് തീരുമാനിക്കുന്നത്. ഇറ്റ്സ് എ ഹയറാർക്കി. Specific theme of social performance which are social or ritual hierarchy. High the law and supremacy on inferiority associated with the graduation of ranking. The Brahmins, അതായത് ജീവിത നിലവാരത്തിനനുസരിച്ച് ഏറ്റവും റാങ്കിങ്ങിന് മുകളിലുള്ളത് ആരാണ്? ബ്രാഹ്മണന്മാരാണ്. അതുകൊണ്ട് അവർ തന്നെയാണ് സമൂഹത്തിലെ ഏറ്റവും ഉന്നതർ എന്ന് വിചാരിച്ചിരുന്ന, സ്വയം വിചാരിച്ച് ആ ഒരു കാസ്റ്റ്, ബ്രാഹ്മൺ എന്ന കാസ്റ്റ് സമൂഹത്തിൽ വളരെ മുകളിലാണെന്ന ആ ലെവലിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടം. ദ റെസ്ട്രിക്ഷൻസ് ഓഫ് ഫീഡിങ് ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ. അതായത് റൂളേഴ്സ് ആർ ലേഡ് ഡൗൺ വിത്ത് ഗ്രോൺ ഓഫ് എക്സ്ചേഞ്ച് ദ ഫുഡ് വിച്ച് ഈസ് ഓൾസോ കോൾഡ് commensality of social interaction between different castes. There are restriction of kind of food and be together received exchange among castes. Brahmin will accept pakka food prepared of ghee from any, but cannot accept kachacha food of prepared water. Hands of caste concept pollution places service restrictions on the extent social interaction. അതായത് നമ്മുടെ ബ്രാഹ്മണന്മാർ നെയ്യ് ഒഴിച്ച്, ഈ പശുവിൻ്റെ നെയ്യും പാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആര് മാത്രം കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ആയിരുന്നു? ബ്രാഹ്മണർ മാത്രം. പക്ഷേ അതൊന്നും ആർക്കില്ല, ശൂദ്രന്മാർക്ക്, താഴെയുള്ള ജനങ്ങൾക്ക് അങ്ങനത്തെ കോസ്റ്റ്ലി ഫുഡ്. അന്നത്തെ കാലത്തെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡ് നെയ്യ്, പാൽ, പശുവിൻ്റെ പാല്, നെയ്യ് കൊണ്ടുണ്ടാക്കുന്ന പല വിഭവങ്ങളും, അതൊക്കെ ആർക്ക് ആപ്റ്റ് അല്ല, അതാർക്ക് ആക്സെപ്റ്റബിൾ അല്ല. ശൂദ്രർക്ക് ആക്സെപ്റ്റബിൾ. വൈശ്യർക്ക് പിന്നെ കുറച്ചൊരു അധികാരമുണ്ട്. ക്ഷത്രിയർക്ക് യുദ്ധം ചെയ്യാനുള്ളൊരു വിഭാഗമാണ് ക്ഷത്രിയർ, കച്ചവടക്കാരാണ് വൈശ്യർ. എങ്കിലും അവർക്ക് കുറച്ചും കൂടി അവകാശങ്ങളുണ്ടെങ്കിൽ ഇതൊന്നും ഫുഡ്, ഇങ്ങനത്തെ പാല്, നെയ്യ്, തൈര് ഇതൊന്നും കഴിക്കാൻ പറ്റാത്തൊരു, അല്ലെങ്കിൽ ഏറ്റവും അടിമപ്പണി ചെയ്തിരുന്ന ആളാണ് ശൂദ്രർ.
ദ റിലീജിയസ് ഡിസബിലിറ്റീസ് ആൻഡ് പ്രിവിലേജസ് ഓഫ് ഡിഫറെൻറ്റ് സെക്ഷൻ. അല്ലെ, റിലീജിയസ് മതപരമായിട്ട് തന്നെയാണ് ഈ ഒരു ജാതി മതഭേദം, അല്ലേ, നമുക്കറിയാം. Each caste is considered to be more pure, impure that other, the ritual sense of the term, the ideology of pollution of, അതായത് അവനവൻ്റെ കാസ്റ്റിലെ ആചാരാനുഷ്ഠാനങ്ങൾ അവനവന് വളരെ വലുതായിരുന്നു. ക്ഷത്രിയരുടെ ഒരു ആചാരമായിരിക്കില്ല ബ്രാഹ്മണർക്കുള്ളത്, അല്ലേ. ഏറ്റവും കുത്തക നിലനിർത്തിയ ബ്രാഹ്മണരാണെങ്കിലും വൈശ്യർക്കും ശൂദ്രർക്കൊക്കെ എന്താണ് വേറെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളാണ്. ഇനിയിപ്പോൾ അവർക്ക് ആരെ മരിച്ചാലോ അല്ലെങ്കിൽ എന്താ വിവാഹത്തിനോ അതൊക്കെ ഓരോരോ രീതിയാണ്. Caste considered ritually imperative subject of then restriction of marriage, endogamy of marriage within one caste to subcaste an essential feature caste. Generally people got married with their own caste. Generally the people marriage in their own, അവരുടെ തന്നെ their own caste, അവരുടെ തന്നെ ജാതിയിലുള്ള ആളെ മാത്രമേ ഇവർ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. In some religions of India, upper caste men could marry lower caste women. This kind of marriage alliance is known as hypergamy. അപ്പർ കാസ്റ്റിലുള്ള ആളാൽ താഴെത്തട്ടിലുള്ള കുട്ടിയെ വിവാഹം ചെയ്ത് അതിനെ ഹൈപ്പർഗമി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ലാക്ക് ഓഫ് അൺസ്ട്രിക്റ്റഡ് ചോയ്സ് ഓഫ് ഒക്കുപേഷൻ. ഇനി വരുമാനം, ഒക്കുപേഷൻ എന്താണ്? ട്രഡീഷണലി ഈച്ച് കാസ്റ്റ് ഓഫ് അസോസിയേറ്റ് വിത്ത് എൻ ഒക്കുപേഷൻ. ട്രഡീഷണലി പരമ്പരാഗതമായിട്ട് ഓരോ കാസ്റ്റിനും ഓരോ ഒക്കുപേഷൻ പറഞ്ഞിട്ടുണ്ട്. ദർ ആർ റാങ്ക്ഡ് ഹയർ ആൻഡ് ലോവർ ബേസ് റിച്വൽ പ്യൂരിറ്റി ഓഫ് പൊല്യൂഷൻ ഓഫ് ദ അസോസിയേറ്റഡ് റിലി. അതായത് അവർ സമൂഹത്തിൽ ഏതൊക്കെ റാങ്കിലാണോ ഉള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഒക്കുപേഷൻ നിലനിർത്തിപ്പോരുന്നത്. ഓക്കെ. ഈച്ച് കാസ്റ്റ് ഇറ്റ്സ് ഓൺ കാസ്റ്റ് കൗൺസിൽ പഞ്ചായത്ത് ആൻഡ് ഗവേണൻസ് ഓഫ് ഇറ്റ്സ് കാസ്റ്റ് മെമ്പേഴ്സ് വെർ ഹിയർഡ്. കാസ്റ്റ് പഞ്ചായത്ത് were regulating the behavior of the caste people according to the prescribed norms and ബിഹേവിയർ ഹീറ്റഡ് ദ എൽഡേഴ്സ് ഓഫ് ദാറ്റ് കാസ്റ്റ്. അതായത് ഓരോ കാസ്റ്റിനും അതിൻ്റേതായ ഗവേൺസ് ഉണ്ട്, ഭരണക്രമങ്ങളുണ്ട്, അവരുടേതായ തലവനുണ്ടോ, അവർ പറയുന്നത് മാത്രമേ ആ കാസ്റ്റിലുള്ള ആൾക്കാർ അംഗീകരിക്കാൻ പറ്റൂ. ആൻഡ് ദർ ആർ ഡിസ്ട്രിക്ട് ഫ്രം വില്ലേജ് പഞ്ചായത്ത് ഇൻ ദാറ്റ് ലേറ്റർ statutory bodies and so the villages regulars and caste although open the same principles. അതായത് ഇതേ പ്രിൻസിപ്പിൾസ് അതാത് കാസ്റ്റിൻ്റെ അതാത് നയങ്ങൾ പിന്തുടർന്നുകൊണ്ട് വില്ലേജ് ഭരണങ്ങളും പഞ്ചായത്ത് ഭരണങ്ങളൊക്കെ നിലനിന്നിരുന്നൊരു കാലഘട്ടം. ദെൻ തിയററ്റിക്കൽ ഓപ്പർച്യൂണിറ്റീസ്, ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കാസ്റ്റ് എന്താണ്, അത് അട്രിബ്യൂഷണൽ അപ്രോച്ച്, ദ ബുക്ക് ഓഫ് കാസ്റ്റ് ഇൻ ഇന്ത്യ. ഹട്ടൺ എന്ന് പറയുന്ന ഒരാൾ, HUTTON, ഹട്ടൺ എന്ന് പറയുന്ന ഇതൊരു ബുക്കാണ്. എന്ത്, ദ കാസ്റ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ജാതി, ഇന്ത്യയിലെ ജാതി എന്ന് പറയുന്ന ഹട്ടൺ എഴുതിയ ബുക്കിൽ എന്താണ് എഴുതിയത്? ഹി സേസ് ദാറ്റ് കാസ്റ്റ് സിസ്റ്റം ഈസ് എക്കോണമി അറൗണ്ട് ദ ഫാക്ട് ദാറ്റ് വേരിയസ് ട്രാൻസിഷൻ ഓഫ് ടാബൂസ് ആർ ബിൽഡ് അപ്പ്. ദ ട്രാൻസാക്ഷൻ എമംഗ് വേരിയസ് ഡു നോട്ട് വയലേറ്റ് ദീസ് റെസ്ട്രിക്ഷൻസ് പ്ലേസ്ഡ് ഓൺ ദ വേരിയസ്. അതായത് കാസ്റ്റുകൾ തമ്മിലുള്ള ആ ഒരു റെസ്ട്രിക്ഷന് കലപ്പിലായി പോകരുത്, ഒരു കാസ്റ്റിന് മറ്റേക്ക് അങ്ങനെ മാറിപ്പോകാൻ പാടില്ല. Then interactional approaches such caste into account how caste actually ranked with respect on one another of local implemental of context. അതായത് എങ്ങനെയൊക്കെയാണ് ഓരോ കാസ്റ്റും അവരുടെ റിച്വൽസും അവരുടെ ആചാരാനുക്രമം പിന്തുടർന്ന് പോകുന്നിരുന്ന അങ്ങനെ തന്നെ പിന്തുടർന്ന് പോരുക, മാരേജൊക്കെ അങ്ങനെ തന്നെ ചെയ്യുക. ആൻഡ് ബൈ സെക്യുലർ ഹയറാർക്കി ഹി മെൻ ദ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഹയറാർക്കി റിച്വൽസ് ബീങ് പാർട്ട് ഓഫ് റിലീജിയസ് സിസ്റ്റം. പക്ഷേ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ വേറെ തന്നെയാണ് വിഭാഗമാണ്. പക്ഷേ എന്താണ് മാരേജ് സിസ്റ്റം ഒക്കെ വരുന്നത് എന്തിലാണ്? റിലീജിയസ് സിസ്റ്റത്തിലാണ്. ദ റിച്വൽ സിസ്റ്റം ഓവർലാപ്ഡ് പൊളിറ്റിക്കൽ എക്കണോമിക് സിസ്റ്റം. ബൈലി ഓഫ് 1957 explained his viewpoint of reference village Bispara Monori Sahias town of the caste situation of Bisipara of change that become more fluid after independence when the Kshatriyas. Okay. Caste and class. എന്താണ് കാസ്റ്റ് ആൻഡ് ക്ലാസ്? ദ ഇന്ത്യൻ സൊസൈറ്റി കാസ്റ്റ് ആൻഡ് ടു ഡിഫറെൻറ്റ് ഫോംസ്. അത് ക്ലാസ്സും കാസ്റ്റും മാറിപ്പോകരുത്. ക്ലാസ് ആൻഡ് കാസ്റ്റ്, ക്ലാസ് ആൻഡ് കാസ്റ്റ്. ഓക്കെ. Class. In Indian society, caste and class has two different forms of social stratification in found in with an Yogendra Singh mentioned in India has a class influenced by caste. കാസ്റ്റും ക്ലാസും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതെന്ന് മനസ്സിലായത്.